ബ്രിട്ടനിലെ മനുഷ്യാവകാശ നിയമത്തിലെ പഴുതുകളിൽ പിടിമുറുക്കി അങ്ങോട്ട് കയറിവന്ന കുടിയേറ്റക്കാർ ആ രാജ്യത്തിന്റെ സ്വൈരജീവിതത്തിന് ഭീഷണിയും വിലങ്ങുതടിയുമായി മാറിയിട്ട് വർഷങ്ങളായി. തുടർച്ചയായ അക്രമസംഭവങ്ങളും കൊലപാതകങ്ങളുമാണ് കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ യാഥാസ്ഥിതിക ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ വലിയ പ്രതീക്ഷയുണർത്തിച്ചെങ്കിലും സ്ഥിതിഗതികൾ വീണ്ടും കീഴ്മേൽ മറിയുന്നു എന്നുള്ള സൂചനകൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്നലെ മാഞ്ചസ്റ്ററിന് പുറത്തുള്ള ഹീറ്റൺ പാർക്ക് ഹീബ്രു കോൺഗ്രിഗേഷൻ ജൂതപ്പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 പേർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയും 4ഓളം പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഈ അക്രമം കേവലം യാദൃച്ഛികമോ ഒറ്റപ്പെട്ടതോ ആയ സംഭവമല്ലെന്നും കൃത്യമായ പ്ലാനിങ്ങുകളോടെ നടത്തിയ ഭീകരാക്രമണമാണെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. വോട്ട് ബാങ്കിന് വേണ്ടി കുടിയേറ്റക്കാരെ കൂടെ നിർത്തുന്ന നയമാണ് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ലേബർ പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ജൂതപ്പള്ളിയിൽ നടത്തിയ കത്തിയാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തീവ്രവാദിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഔദ്യോഗിക തിരിച്ചറിയൽ പരേഡിന്റെ പേര് പറഞ്ഞ് പുറത്തുവിടാൻ പോലീസ് മടിക്കുകയാണ്. എന്നാൽ ജിഹാദ് അൽ ഷാമി എന്ന 35കാരനായ സിറിയൻ കുടിയേറ്റക്കാരനായിരുന്നു അങ്ങേയറ്റം ഭീകരമായ കൃത്യത്തിന്റെ പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. അയാളെ സൈറ്റിൽ വെച്ച് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ചു കൊല്ലുകയും അതിശക്തമായ ഒരു സ്ഫോടനത്തിന് ഊഴം കാത്തുകൊണ്ട് അയാൾ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ജർമ്മനിയിലും മറ്റുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾ പതിവായി ആക്രമണത്തിന് അവലംബിക്കുന്ന പാറ്റേണിൽ ബ്രിട്ടനിലെ ജൂയിഷ് സിനഗോഗിന് മുമ്പിലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രതി കാർ ഓടിച്ചു കയറ്റുകയും പിന്നാലെ വണ്ടിയിൽ നിന്ന് കത്തിയുമായി ചാടിയിറങ്ങിയ പ്രതി കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തുകയുമായിരുന്നു. ജൂതന്മാരുടെ വിശുദ്ധ ദിനമായ യോം കിപ്പൂർ ആചരണത്തിനിടയിലായിരുന്നു ഈ അക്രമ സംഭവം. സിനഗോഗിൽ ശുശ്രൂഷകൾ ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഈ ഭീകരൻ അങ്ങോട്ടെത്തിയത്. ആരാധനാലയത്തിലേക്ക് കയറാൻ ശ്രമിച്ച പ്രതിയെ ആളുകൾ തടയുന്നതിനിടെ ആയിരുന്നു സംഭവമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെല്ലും സമയം പാഴാക്കാതെ അങ്ങോട്ട് പാഞ്ഞെത്തിയ ബ്രിട്ടീഷ് പോലീസ് പ്രതിയെ വെടിവെച്ചു കൊന്നതിനാലാണ് കൂടുതൽ പേർ കുത്തേറ്റ് മരിക്കാതിരുന്നത്. 16 വയസ്സുള്ളപ്പോൾ സിറിയയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കുടിയേറിയ ഇയാൾക്ക് 2006 പൗരത്വം ലഭിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളെപ്പോലെ തന്നെ 30 വയസ്സുള്ള 2 പുരുഷന്മാരെയും 60 വയസ്സുള്ള ഒരു സ്ത്രീയെയും അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാരുണ സംഭവത്തെ അപലപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും ചാൾസ് മൂന്നാമൻ രാജാവും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ലോകം മുഴുവൻ കാതോർത്തത് നെതന്യാഹുവിന്റെ പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു. ഈ ആക്രമണത്തിൽ താൻ വളരെ ദുഃഖിതനാണെന്നും ശക്തിക്കും ഐക്യത്തിനും മാത്രമേ ഭീകരാക്രമണത്തെ തടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തോടെ UK-യിൽ സെമിറ്റിക് വിരുദ്ധ സംഭവങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ഇതുവരെ 3528 ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതടക്കം 10,000-ഓളം കേസുകൾ നിലവിലുണ്ട്. ബ്രിട്ടനിൽ ഇപ്പോൾ നടമാടുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ശരിവെച്ചുകൊണ്ട് പതിവിന് വിരുദ്ധമായി എല്ലാ മാധ്യമങ്ങളും ആ വാർത്തയും പ്രതിയുടെ പേരും ചിത്രങ്ങളും പുറത്തുവിട്ടു. അതോടെയാണ് ഇയാളുടെ പേരും ചിത്രങ്ങളും പുറത്തായത്. ആസൂത്രിതമായ അജണ്ടകൾ മുൻനിർത്തി ബ്രിട്ടനിലേക്ക് കുടിയേറിയവരാണ് ബ്രിട്ടനെ ഇത്തരത്തിൽ കൊലക്കളമാക്കി മാറ്റിയിരിക്കുന്നത്. അനധികൃത ഇസ്ലാമിക കുടിയേറ്റത്തിനെതിരെ ശക്തമായ ഒരു നടപടിയും എടുക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് കഴിയാതെ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങൾക്കാകെ കടുത്ത പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഈ തീവ്രവാദി കൂട്ടത്തെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ യൂറോപ്പ് ചോരക്കളമായി തന്നെ തുടരും.